യോഗത്തിന്റെ അധ്യക്ഷൻ UDFന്റെ ജില്ലാ ചെയർമാൻ ശ്രീ കെ ബാലനാരായണൻ, സ്വാഗതം ആശംസിച്ച ശ്രീ അഹമ്മദ് പുന്നക്കൽ, ഈ യാത്രയുടെ ജനഹൃദയ യാത്രയുടെ നായകൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പാർലമെന്റ് അംഗം ശ്രീ MK രാഘവൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ പ്രവീൺ കുമാർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ റസാഖ് മാസ്റ്റർ, പ്രിയപ്പെട്ട ശ്രീ ഉമ്മർ മാസ്റ്റർ, പ്രിയങ്കരനായ ശ്രീ VC രാമൻ XMLA, രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ N സുബ്രഹ്മണ്യം, മുൻ DCC പ്രസിഡന്റ് ശ്രീ KC അബു, ശ്രീ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി TT ഇസ്മായിൽ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് PM ജോർജ്, പ്രേംജി ജെയിംസ് കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ അരവിന്ദൻ, CMB ജില്ലാ സെക്രട്ടറി അഷ്റഫ് മണക്കടവ്, ശ്രീ ഹബീബ് തമ്പി, ഭരതൻ മാസ്റ്റർ, കുഞ്ഞായിൻ, ഗിരീഷ് കുമാർ താമരശ്ശേരി, ഈ വേദിയിലുള്ള ശ്രീ KP ബാബു അടക്കം, നമ്മുടെ മാസ്റ്റർ അടക്കം, രാജേന്ദ്രൻ മാസ്റ്റർ, പ്രിയമുള്ള മറ്റ് നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട പാർലമെന്റ് അംഗം KSUവിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അഭിജിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ പാർലമെന്റ് അംഗം ശ്രീ MK രാഘവൻ ജനഹൃദയങ്ങളിലൂടെ തൻ്റെ യാത്ര ഇന്ന് കട്ടിപ്പാറയിൽ നിന്ന് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷക്കാലമായി കോഴിക്കോടിൻ്റെ പാർലമെന്റ് അംഗം എന്ന നിലയിൽ അസൂയാവഹമായ പുരോഗതി നേടിയ ഒരു നാട് ആയി കോഴിക്കോടിനെ മാറ്റിയ വ്യക്തിയാണ് ശ്രീ MK രാഘവൻ. ഒരു പാർലമെന്റ് അംഗം എങ്ങനെയാകണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് ശ്രീ MK രാഘവനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞാൻ 4 തവണ പാർലമെന്റ് അംഗമായിരുന്ന ആളാണ്. പാർലമെന്റിൽ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പൊതുവായ നേട്ടങ്ങൾക്കും പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനവും പാർലമെന്റ് മെമ്പർമാർ ചെയ്യേണ്ടതാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കോഴിക്കോട് MP ആയ ശ്രീ MK രാഘവൻ എന്നും മുന്നിലായിരുന്നു. രാജ്യത്തിൻ്റെ മതേതരത്വം തകർക്കാൻ, രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ നരേന്ദ്രമോദി ഭരണകൂടം മുന്നോട്ട് വരുമ്പോഴെല്ലാം കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും കരുത്തുള്ള പോരാളിയായി പാർലമെന്റിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടിയ വ്യക്തിയാണ് ശ്രീ MK രാഘവൻ. നമുക്കറിയാം, നരേന്ദ്രമോദി ഗവൺമെന്റ് 10 വർഷക്കാലമായി ഇന്ത്യ ഭരിക്കുന്നു. ഈ ഗവൺമെന്റ് എന്ത് നേട്ടങ്ങളാണ് ഉണ്ടാക്കിയത്? അത് വിലയിരുത്തേണ്ട ഒരു സന്ദർഭമായി എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇന്നിപ്പോ ടെലിവിഷൻ തുടർന്ന് ും മോഡിയുടെ ഗ്യാരണ്ടിയെ പറ്റിയാണ് പറയുന്നത്.
കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ഇന്ത്യയിലെ ദേശീയ ചാനലുകളും പ്രാദേശിക ചാനലുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന മോഡി ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ആലോചിക്കണം, മോഡി അധികാരത്തിൽ വന്നപ്പോൾ നൽകിയ ഗ്യാരണ്ടികളുടെ വാഗ്ദാനങ്ങൾ എവിടെ നിൽക്കുന്നു? നരേന്ദ്രമോദി പറഞ്ഞു, ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു വർഷം 2 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും ഇന്ത്യയിൽ തൊഴിൽ കിട്ടിയോ? ഒരു വർഷം 2 കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഭരണകൂടം പുതുതായി ജോലി കൊടുത്തില്ലെന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ നൽകുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഓരോ സ്ഥാപനങ്ങളിലും തൊഴിൽ നിരോധനം ഏർപ്പെടുത്തി. ഏറ്റവും കൂടുതൽ തൊഴിൽദായകരായിരുന്നു റെയിൽവേയാണ്. ഏറ്റവും പൊതുവെ ഇന്ത്യ ഗവൺമെന്റിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നാണ് റെയിൽവേ. ഇന്ന് റെയിൽവേയിലെ നിയമനങ്ങൾക്കെല്ലാം മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് സെൻട്രൽ സെക്രട്ടേറിയറ്റിലെ നിയമനങ്ങൾ പോലും സ്വകാര്യ ഏജൻസിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഉണ്ടാകുന്ന ഒഴിവുകളെല്ലാം നിർത്തിവെച്ചിരിക്കുന്നതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു നരേന്ദ്രമോദിയുടെ നിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കും. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യമായി ഇന്ത്യ. രണ്ടാമത്തെ കർഷകരുടെ 2 ഇരട്ടിയായി വർദ്ധിപ്പിക്കും. കട്ടിപ്പാറ താമരശ്ശേരി മേഖലയാണ്. ഇവിടെ കോടഞ്ചേരിയിലും താമരശ്ശേരിയിലും ഈ പ്രദേശങ്ങളിലുള്ള കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങൾക്ക് വന്യമൃഗങ്ങളുടെ ശല്യം ഒരു ഭാഗത്ത്, ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തതിന് വേണ്ടിയുള്ള ജപ്തി നടപടികൾ മറുഭാഗത്ത്, കർഷക ജനതയുടെ ജീവിതം ദുസ്സഹമാകുന്ന അതിഭീകരമായ അവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുകയാണ്. അവിടെയാണ് മോഡി 10 വർഷം മുമ്പ് പറഞ്ഞു, ഇന്ത്യ പാതയിലാണ്. ഹരിയാന ബോർഡറിൽ ആയിരക്കണക്കിന് കർഷകർ സമരം ചെയ്യുന്നു. നേരെ വെടിയുണ്ടകൾ ഉതിർക്കുന്നു. 2 കർഷകർ ശരീരവുമായി അവിടുത്തെ കർഷകർ നടത്തുന്ന പോരാട്ടം തുടരുകയാണ്. ഇതാണോ മോഡിയുടെ ഗ്യാരണ്ടി? മോഡി പറഞ്ഞു, ഇന്ത്യയിൽ ഞാൻ അധികാരത്തിൽ വന്നാൽ 100 സ്മാർട്ട് സിറ്റികൾ ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഒരു സ്മാർട്ട് സിറ്റി പോലും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണോ മോഡിയുടെ ഗ്യാരണ്ടി? ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസിന്റെ പേരിൽ ഉള്ള സ്ഥാപനങ്ങൾ തുടങ്ങുമെന്നുള്ള വാഗ്ദാനമുണ്ടായിരുന്നു. കോഴിക്കോട് തുടങ്ങാൻ വേണ്ടി MK രാഘവൻ കിഴാനൂരിൽ അതിനാവശ്യമായ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു. കേരളത്തിന് എയിംസ് ലഭിച്ചില്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും എയിംസ് ലഭിച്ചില്ല. ഇതാണോ ഇവരുടെ ഗ്യാരണ്ടി? നരേന്ദ്രമോദി ഇന്ന്
നൽകിയ മറ്റൊരു വാഗ്ദാനമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. പണ്ട് ഇന്ത്യയിൽ ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ UPA ഗവൺമെന്റ് ഭരിച്ചപ്പോൾ ഇന്ത്യ ലോക 45ാമത്തെ സ്ഥാനത്തെങ്കിൽ ഇന്ന് 133ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നു. തൊഴിലില്ലായ്മ പ്രശ്നമായി മാറുന്നു. നരേന്ദ്രമോദി ഗവൺമെന്റ് പറഞ്ഞു പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 35 രൂപയ്ക്ക് ഞാൻ നൽകുമെന്ന വാഗ്ദാനമുണ്ടായിരുന്നു, ഗ്യാരണ്ടി. ഇന്ന് 1 ലിറ്റർ പെട്രോളിന് 100 രൂപ കവിഞ്ഞിരിക്കുന്നു. കുക്കിംഗ് ഗ്യാസിന് ഇന്ന് 1200 രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. എവിടെ മോഡിയുടെ ഗ്യാരണ്ടി? ഇതാണോ മോഡിയുടെ ഗ്യാരണ്ടി? നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ശ്രീമതി സോണിയ നിർദ്ദേശിച്ച അനുസരിച്ചാണ് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഈ പദ്ധതി നടപ്പാക്കിയത്. ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ടവരുടെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മയെ തുടച്ചു നീക്കാൻ വേണ്ടിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയത്. നരേന്ദ്രമോദി ഗവൺമെന്റ് അതിനുള്ള നീക്കിവെച്ച തുക വെട്ടിക്കുറയ്ക്കുകയാണ് ഉണ്ടായത്. തൊഴിൽ കിട്ടാനും രാജ്യസ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ പട്ടാളത്തിൽ പോയി ജോലി ചെയ്യുമായിരുന്നു. നരേന്ദ്രമോദി ഗവൺമെന്റ് അഗ്നിപഥ് എന്ന പദ്ധതി കൊണ്ടുവന്നതോടുകൂടി ചെറുപ്പക്കാർക്ക് പട്ടാളത്തിൽ പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരിക്കുന്നു. ഇങ്ങനെ ചെറുപ്പക്കാരുടെയും കർഷകന്റെയും തൊഴിലാളികൾക്കിടയും മുന്നിൽ നിരത്തിവെച്ച ഗ്യാരണ്ടികളൊന്നും പാലിക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. നരേന്ദ്രമോദി ഗവൺമെന്റ് 10 വർഷമായി അധികാരത്തിലിരിക്കുന്നു. രാജ്യത്തിന് എന്ത് നേട്ടമുണ്ടായി? രാമക്ഷേത്രം നിർമ്മിച്ചതാണോ രാജ്യത്തിന്റെ നേട്ടം? ശ്രീരാമൻ കോടാനുകോടി വരുന്ന ഇന്ത്യയിലെ ജനങ്ങൾ ആരാധിക്കുന്ന ദൈവമാണ്. ശ്രീരാമനെ ആരാധിക്കുന്ന ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഉണ്ട് എന്നത് വസ്തുതയാണ്. കോൺഗ്രസ് രാമക്ഷേത്രത്തിനെതിരല്ല, കോൺഗ്രസ് ഗുരുദ്വാരകൾക്കെതിരല്ല, മുസ്ലിം ദേവാലയങ്ങൾക്കെതിരല്ല, ക്രൈസ്തവ പള്ളികൾക്കെതിരല്ല. സർവധർമ്മ സമഭാവ്, അതാണ് കോൺഗ്രസിന്റെ മഹത്തായ ലക്ഷ്യം. എല്ലാ ആരാധനാലയങ്ങളെയും ഒരുപോലെ കാണുന്ന സമീപനമാണ് കോൺഗ്രസിനുള്ളത്. പള്ളി പൊളിച്ച് അവിടെ അമ്പലം പണിയുന്നതിനാണ് നമ്മളെതിര്. ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, ജഹാം രാം ഹേ വഹാം അയോധ്യ ഹേ. എവിടെയാണോ രാമനുള്ളത് അവിടെയാണ് അയോധ്യ. നമ്മൾ ഇന്ത്യയുടെ പൗരാണികമായ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും പ്രാമാണികമായ രാമായണം എഴുതിയത് തുളസീദാസാണ്. ആ രാമായണത്തിന്റെ പേരാണ് രാമചരിതമാനസ്. അതിൽ രാമചരിതമാനസിൽ പറയുന്ന രാമൻ മര്യാദാ പുരുഷോത്തമനാണ്, ആദർശത്തിന്റെ ആൾരൂപമാണ്. ഒരു ഉത്തമ പൗരൻ എങ്ങനെയാകണമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രതിരൂപമാണ് രാമൻ. വെറുപ്പിനും അതോടൊപ്പം തന്നെ മറ്റ് തെറ്റായ ആശയങ്ങൾക്കും എതിരായി നിൽക്കുന്ന മര്യാദാ പുരുഷോത്തമനായ രാമനെ ലോകത്തിലെ ജനങ്ങൾ ആരാധിക്കുന്നു. ഇവിടെ പ്രധാനമന്ത്രി ആണോ അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത്? കോൺഗ്രസ് അതിനെ ശക്തമായി എതിർത്തു. പ്രാണപ്രതിഷ്ഠ നടത്താൻ നരേന്ദ്രമോദിക്ക് എന്ത് അധികാരം? ഞാനിപ്പോഴും ഓർക്കുന്നു, സോമനാഥ ക്ഷേത്രം പണിഞ്ഞത് വല്ലഭായ് പട്ടേൽ എന്ന ആഭ്യന്തരമന്ത്രിയായിരുന്നു.
ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായിരുന്നു. പക്ഷേ സോമനാഥ ക്ഷേത്രം പണിയുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു. സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര ബാബുവിനെയാണ്. രാജേന്ദ്ര പ്രസാദ് ആ ചടങ്ങിന് പോകുന്ന നെഹ്റു എതിരായിരുന്നു. പക്ഷേ രാജേന്ദ്ര പ്രസാദ് പോയി. പക്ഷേ രാജേന്ദ്ര പ്രസാദ് അല്ല അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയത്. രാജേന്ദ്ര പ്രസാദ് അവിടെ ഇരുന്നപ്പോൾ പൂജാരി വൃന്ദങ്ങളായിരുന്നു അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയത്. ഹൈന്ദവ സംസ്കാരത്തിന്റെ പ്രതീകമായ സനാതന ധർമ്മത്തിന്റെ പ്രാമാണികത്വമുള്ള 4 ശങ്കരാചാര്യന്മാർ ആ പ്രാണപ്രതിഷ്ഠയിൽ നിന്ന് വിട്ടുനിന്നു. അവര് പറഞ്ഞു, ഈ ജോലി നരേന്ദ്രമോദി ചെയ്യേണ്ടതല്ല, ഈ നരേന്ദ്രമോദി ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഗ്രഹത്തിന് പ്രാണൻ കൊടുക്കുന്ന, ശക്തി കൊടുക്കുന്ന, ഒരു കല്ലിലുണ്ടാക്കുന്ന വിഗ്രഹത്തിന് ശക്തി ഉണ്ടാകണമെങ്കിൽ, പ്രാണം നൽകണമെങ്കിൽ അതിന് ആചാരങ്ങളുണ്ട്, അതിനനുസരിച്ചുള്ള പൂജാവിധികളുണ്ട്. അത് ചെയ്യേണ്ടത് ശങ്കരാചാര്യന്മാരാണ്. നരേന്ദ്രമോദി അത് ചെയ്യുന്നതിനുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് 4 ശങ്കരാചാര്യന്മാർ അതിൽ നിന്ന് മാറി നിന്നു. അവര് പറഞ്ഞു, ഇത് പ്രധാനമന്ത്രിയുടെ ജോലിയല്ല, ഞങ്ങൾ കാഴ്ചക്കാരായി വരുന്നില്ല. നിങ്ങൾ ആലോചിക്കണം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിന്ദുമതത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ജനിച്ച ശ്രീശങ്കരൻ സ്ഥാപിച്ച 4 മഠങ്ങളിലെ ശങ്കരാചാര്യന്മാർ ഈ പ്രാണപ്രതിഷ്ഠയിൽ നിന്ന് മാറി നിന്നതോടെ ഇതിന്റെ മുഴുവൻ സാങ്ക്ടിറ്റിയും പവിത്രതയും നഷ്ടപ്പെട്ടു. അതാണ് കോൺഗ്രസ് പറഞ്ഞത്, ഇത് പ്രധാനമന്ത്രിയുടെ ജോലിയല്ല. മാത്രവുമല്ല, സരയൂ നദിയുടെ തീരത്ത് പ്രാണപ്രതിഷ്ഠ നടത്തിയ ശേഷം നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം 2026 തെരഞ്ഞെടുപ്പ് 2000 അദ്ദേഹം നടത്തിയത്. ഇത് നമുക്ക് മതേതര വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണോ? കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു കാര്യം ഞാൻ പറയുന്നു, ഇന്ത്യയിൽ മതം നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ മതിയാകൂ എന്ന സത്യം. നരേന്ദ്രമോദി വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഇല്ല. പറയുന്ന രാഷ്ട്രം ആകെ പറയുന്നത് ഒഴിവാക്കി. കാശ്മീരിന് നൽകിയ രാമക്ഷേത്രം നിർമ്മിച്ചു. ഇത്തരം ഇടയിൽ വർഗീയ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളല്ലാതെ നേട്ടങ്ങളെ പറ്റി ഇല്ല. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും ഒരു നരേന്ദ്രമോദി ജനാധിപത്യത്തിന്റെ അവസാനമായിരിക്കും. മതേതരത്വത്തിന്റെ മരണമൊഴി മുഴങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരണം. നിലപാട് രാജ്യത്തിന് സ്വീകരിക്കാൻ കഴിയൂ. ഇന്ന് നരേന്ദ്രമോദി ഉയർത്തുന്ന വർഗീയത, RSS ഉയർത്തുന്ന വർഗീയത, ആ വർഗീയതയെ ചെറുക്കാൻ ഇന്ത്യയിൽ ഉടനീളം കഴിയുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കോടാനുകോടി ജനങ്ങളെ അണിനിരത്താൻ കഴിയുന്ന പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. 4-5 നേതാക്കന്മാർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി വിട്ടുപോയേക്കാം. EDയും CBI ഉപയോഗിച്ചുകൊണ്ട് ചില MLA മാരെയോ MP മാരെയോ വശത്താക്കാൻ ശ്രമിച്ചേക്കാം.
അതുകൊണ്ടൊന്നും തകരുന്ന പ്രസ്ഥാനമല്ല കോൺഗ്രസ്. എത്ര കാലമാറ്റമുണ്ടായാലും പോകുന്നവരല്ലാതെ അവരോടൊപ്പം ജനങ്ങൾ പോകുന്നില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. രാജ്യത്ത് നിലനിൽക്കണം, രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണം, മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടാകണം. നമ്മൾ മണിപ്പൂരിൽ കണ്ടില്ലേ, 150 ക്രൈസ്തവ ദേവാലയങ്ങളാണ് ഇടിച്ച് തകർത്തത്. ക്രിസ്ത്യാനികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നേരിടേണ്ടി വന്ന ദുരന്തങ്ങൾക്ക് ഒരു അതിരുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്രയും സംഭവമുണ്ടായിട്ട് ഒരിക്കൽ പോലും മണിപ്പൂർ സന്ദർശിച്ചില്ല. മണിപ്പൂരിലെ ക്രൈസ്തവർ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും മനസ്സിലാക്കാൻ പോയ ഏകദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്ന സത്യം നമ്മൾ ആർക്കും മറക്കാൻ കഴിയില്ല. മണിപ്പൂർ ആവർത്തിക്കാൻ പാടില്ല. മുസ്ലിങ്ങൾ അടക്കമുള്ള മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യയിൽ കഴിയുന്ന പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. കേരളത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് ചിലർ. കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക്, ഇടതു മുന്നണിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ചെറു ചലനം പോലും ഉണ്ടാക്കാൻ കഴിയില്ല. കോഴി കോട്ടുവായിടുന്നത് പോലെയാണ് CPM ദേശീയ രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കുന്നത്. ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും ദേശീയ രാഷ്ട്രീയ? കേരളത്തിൽ നിന്ന് ഒരു MP മാത്രമാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. ഈ തവണയും ആ MPയും ഇല്ലാതാകാൻ പോകുന്ന 20 സീറ്റും UDF ജയിക്കാൻ പോകുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതു മുന്നണിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? എന്ത് ചെയ്യാൻ കഴിയും ഇവർക്ക്? ഏറ്റവും കൂടുതൽ MPമാർ കോൺഗ്രസിനുണ്ടെങ്കിൽ മുന്നണി എളുപ്പമാകും. ആ വിവേകം ഉണ്ടാകണം. കേരളത്തിലെ ഭരണകൂടത്തെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. ഈ BJPയുടെ സൃഷ്ടിയാണ്. തുടർഭരണം BJPയുടെ സംഭാവനയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിലാണ് BJPയുടെ വോട്ട് CPMന് ചേർത്ത് നൽകിയത്. ലക്ഷ്യം കോൺഗ്രസ് മുക്ത UDFനെ പ്പെടുത്തി തുടർഭരണം. ലക്ഷ്യം ഒന്നായി BJPയുടെ വോട്ട്, കിട്ടിയ വോട്ട് 40%, വോട്ട് 40%. BJPയുടെ വോട്ട് 10 കുറഞ്ഞു. 4% വോട്ട് CPMന് പോയി. അതുകൊണ്ടാണ് കേരളത്തിൽ നന്ദിയാണ് പിണറായി പ്രകടിപ്പിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പിണറായി വിജയൻ വിമർശിക്കുന്നു പോലും പറയില്ല. ഡൽഹിയിലെ സമരത്തിൽ ഗവൺമെന്റ് എന്നാ പറഞ്ഞത്. നരേന്ദ്രമോദിയുടെ ഭരണമെന്ന് പറയാനുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കാരണം 35 തവണ സ്വർണ്ണ കള്ളക്കടത്ത് അന്വേഷിക്കുന്നില്ല. മകളുടെ സംസ്ഥാനത്തിന് അഴിമതികളെ പറ്റി ED CBI അന്വേഷിക്കുന്നില്ല. അതിന്റെ വിധത്തിലും നരേന്ദ്രമോദിയുമായിട്ടുള്ള കണ്ടില്ലേ, പ്രധാനമന്ത്രി കൈ കൊടുത്ത് അഭിനന്ദിക്കുന്നു. ഇവര് തമ്മിലുള്ള ഇന്ന് CPMന് ചെയ്യുന്ന BJPക്ക് സഹായമായി മാറും. അത് മതേതര വിഷയങ്ങൾ മനസ്സിലാക്കണമെന്നാണ്
തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുഖ്യമന്ത്രി BJPയോ CPI 7.5 വർഷക്കാലത്തെ അഴിമതി ഭരണം, 7.5 വർഷക്കാലത്തെ ദ്രോഹ ഭരണം ആ ഭരണമായിരിക്കുന്നു. 10 വർഷം നരേന്ദ്രമോദിയുടെ ഭരണം, 7.5 വർഷക്കാലത്തെ പിണറായി വിജയന്റെ 2 വേദികളാണ്, സ്വച്ഛാധിപതികളാണ്. ആ ഏകാധിപതി ഭരണം ഇന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ അവകാശങ്ങളെയും പൗരാവകാശങ്ങളെയും തകർക്കുന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരെയുള്ള പോരാട്ടമാണ് കേരളത്തിൽ UDF നടത്തുന്നത്. അതുകൊണ്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കാൻ, വരാൻ പോകുന്ന 2026-ൽ പിണറായിയുടെ അഴിമതി ഭരണം അവസാനിപ്പിക്കാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പാതയിലൂടെ മുന്നോട്ട് പോകുന്ന UDF-നെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് എന്റെ അഭ്യർത്ഥന. CMK രാഘവനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഒരു പാർലമെന്റ് മെമ്പർ എങ്ങനെ ആയിരിക്കണം എന്ന് ജനങ്ങൾക്ക് കാണിച്ചു തന്ന പ്രഗത്ഭനായ പാർലമെന്റ് അംഗമാണ്. കോഴിക്കോടിൽ പാർലമെന്റ് മെമ്പറുടെ ഒരു ശബ്ദം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മെഡിക്കൽ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം കോഴിക്കോട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കോഴിക്കോട് വിമാനത്താവളമായ പോരാട്ടങ്ങൾക്ക് കണ്ടെത്തിയിരിക്കുന്നു. സ്ഥലം കോഴിക്കോട് വിമാനത്താവളം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ നാഷണൽ ഹൈവേ കോഴിക്കോടുള്ള ഈ നിയോജകമണ്ഡലത്തിൽ പരിഹാരം കാണാൻ കഴിയുന്ന നിലയിൽ വികസനത്തിന് ആക്കം വർദ്ധിപ്പിക്കുന്നു. കേന്ദ്രീയ വിദ്യാലയം തുറമുഖം കൊണ്ടുവന്നതോടൊപ്പം വിദ്യാഭ്യാസ ഫണ്ട് ഏറ്റവും ഫലപ്രദമായി ചെലവഴിക്കാൻ കഴിഞ്ഞ മെമ്പറാണ് CMK. ഞാൻ അഭിമാനത്തോടെ എല്ലാവരും അസൂയോട് നോക്കുന്ന ഒരു നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരളത്തിലെ ഈ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾ വിനയാന്യതനായ ഒട്ടുമാത്രം തൊട്ടുതീ ജനങ്ങളുടെ ദാസൻ, ജനങ്ങളുടെ പ്രതിനിധിയായി നിങ്ങൾക്ക് നമ്മുടെ പ്രിയ സഹപ്രവർത്തകൻ CMK കാലം KPCCയുടെ ജനറലായിരുന്നു. പാർലമെന്റ് സെക്രട്ടറിയാണ്, രാഷ്ട്രീയ സമിതി അംഗമാണ്. സ്ഥാനങ്ങളിൽ ഇനിയും കടന്ന അവസരങ്ങളുള്ള പ്രിയപ്പെട്ട CMK രാഘവന് വലിയ ഭൂരിപക്ഷം കട്ടിപ്പാറ മഹാനായ ശ്രീ ശ്രീമായ സ്ഥലമാണ്. കോൺഗ്രസിന് എന്നും കരുത്ത് നൽകിയ കർഷകമായിരുന്നു കുടിയേറ്റക്കാരുടെ കർഷകരുടെ ശബ്ദവും ശക്തി ജോണിന്റെ ഓർമ്മകൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ രാഘവൻ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതീക്ഷയെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുകൊണ്ട് ഹൃദയങ്ങളിലൂടെ കഴിഞ്ഞ
അദ്ദേഹം യാത്ര ഭംഗുരം തുടരുന്നു. ഈ ജനഹൃദയ അവസാനിക്കാത്ത യാത്രയായി നിരപ്പാൻ, അവരുടെ പ്രയാസം ദൂരീകരിക്കാൻ വേണ്ടി പണിയെടുക്കാൻ വീണ്ടും ആ ജനഹൃദയം തുടരുന്നു പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യാത്ര ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം.